ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ വണ്ടിയുടെ മാരുതി സ്വിഫ്റ്റിലെ ഈ ജെന്യൂനായിട്ടുള്ള സെറ്റ് മാറ്റിയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം കയറ്റാൻ പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ആൻഡ്രോയിഡ് ആ ബോക്സിനകത്ത് വരുന്ന പാർട്സുകൾ, അതായത് സ്റ്റീരിയോ, അതിൻ്റെ വയറിങ് എല്ലാം ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ഇതെല്ലാം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കണക്ടർ എന്ന് പറഞ്ഞ ഇതാണ്. ഇതിലാണ് പവറും പിന്നെ സ്പീക്കറിലേക്കുള്ള വയറുകളും പിന്നെ നമ്മുടെ റിവേഴ്സിൻ്റെ ഒരു പവറും ഇതിലേക്കാണ് വരുന്നത്. ഈ ബാക്ക് എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഈ ഒരു വയറിലേക്കായിട്ടാണ് നമ്മൾ റിവേഴ്സിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. റിവേഴ്സിൻ്റെ ലൈൻ എടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് ആ ഒരു വയറിലാണ്. ഈ ബാക്ക് എന്നും പറഞ്ഞ് എഴുതിയേക്കുന്നതിലാണ് കൊടുക്കേണ്ടത്. ഇത് GPS-ൻ്റെ ആൻറ്റിനയാണ്. GPS നമ്മൾ നാവിഗേഷൻ വരയ്ക്കാനുള്ളതിൻ്റെ ആൻറ്റിനയാണ്. 8-ൻ്റെ ഒരു നെറ്റാണ് ഇതിൽ പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് 4G 5G അതിൻ്റെ വൈഫൈൻ്റെ ഒക്കെ കണക്ഷൻ്റെ ഒരു ആൻറ്റിനയാണിത്. അടുത്ത നമ്മൾ ക്യാമറ കണക്ട് ചെയ്യുന്ന കപ്ലറാണിത്. ക്യാമറയുടെ ലൈൻ ഈ ഒരു കപ്ലർ വഴിയിട്ടാണ് നമ്മൾ സ്റ്റീരിയോയിലായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ USB-യുടെ പോർട്ട് നമ്മുടെ ആൻഡ്രോയിഡ് സെറ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള സോക്കറ്റാണിത്. ജെന്യൂൻ സെറ്റിലെ സോക്കറ്റുണ്ട്, അത് ഇതിലായിട്ട് കണക്ട് ചെയ്യണം. ഇത് നമുക്ക് വീഡിയോ ഔട്ട്പുട്ട് എല്ലാം നമുക്ക് ഈ സ്റ്റീരിയോയിലുള്ള വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് മറ്റൊരു സ്ക്രീനിലേക്ക് കൊടുക്കാനും പിന്നെ ഓക്സ്, സബ് അങ്ങനെയുള്ള കണക്ഷൻസൊക്കെ കൊടുക്കാനും പിന്നെ മൈക്ക് എക്സ്ട്രാ നമുക്ക് പുറത്ത് വെക്കാനായിട്ടാണെങ്കിൽ അങ്ങനെയുള്ള കണക്ഷൻസൊക്കെ കൊടുക്കാനായിട്ടാണ് ഈ ഒരു സോക്കറ്റ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ USB കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു പോർട്ടാണ്. നമുക്ക് എക്സ്ട്രാ ഒരു USB കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്റ്റീരിയോയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ക്യാമറ, റിവേഴ്സ് ക്യാമറ ഇതാണ്. ഇതാണ് നമ്മൾ സ്റ്റീരിയോയും നമ്മുടെ റിവേഴ്സ് ക്യാമറയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വയറിംഗ് ആണിത്. ഇതിലൊരു സോക്കറ്റ് നമ്മൾ സ്റ്റീരിയോയിലും മറ്റേ സോക്കറ്റ് നമ്മൾ റിവേഴ്സ് ക്യാമറയുടെ ഇതിലും കൊടുത്താൽ മാത്രം മതി. പിന്നെ ആ കാണുന്ന റെഡ് വയറിൽ നമ്മൾ റിവേഴ്സിൻ്റെ പവർ എടുത്ത് കൊടുക്കണം. റിവേഴ്സിൻ്റെ പവർ നമ്മൾ ആ റെഡ് വയറിൽ ഒരു സൈഡിൽ കൊടുക്കുക, ഏതെങ്കിലും ഒരു സൈഡിൽ കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് റിവേഴ്സ് ടെയിലാമ്പിൻ്റെ അവിടെ നിന്ന് എടുക്കുന്നതുകൊണ്ട് അവിടെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ക്യാമറയിൽ കൊടുക്കാനുള്ള പവറിൻ്റെതാണ്. ക്യാമറയിൽ 2 സോക്കറ്റ് വരും. അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ റിവേഴ്സ് സ്റ്റീരിയോയിലേക്ക് കൊടുക്കാമെന്നുള്ള സോക്കറ്റ് ഉണ്ടല്ലോ, അതല്ലാണ്ട് മറ്റൊരു റെഡിൻ്റെ ഒരു സോക്കറ്റ് ഉണ്ട്, അതിലേക്ക് കൊടുക്കാനുള്ളതാണ് ഈ ഒരു കണക്ടർ. ഇതാണ് നമ്മുടെ ഡ്രിൽ ബിറ്റ്, നമ്മുടെ ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള ഹോൾ ഇടാനുള്ള ഡ്രിൽ ബിറ്റാണിത്. ഇത് 20 mm-ൻ്റെയാണ് ക്യാമറയുടെ ഹോൾ ഇടാനുള്ളതിൻ്റെ. ഇതാണ് നമ്മുടെ സ്റ്റീരിയോൻ്റെ പാനൽ. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റീരിയോ എടുത്ത് ഇതിൽ പിടിപ്പിച്ച ശേഷം മാത്രമാണ് നമ്മൾ വണ്ടിയിൽ പിടിപ്പിക്കുന്നത്. ഇതിൽ 4 സ്ക്രൂ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ സ്റ്റീരിയോ ഇതിനകത്ത് വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം ആദ്യം, എന്നിട്ടാണ് പിടിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഈ കപ്ലറെല്ലാം ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പവർ, സ്പീക്കർ, അതിൻ്റെ കപ്ലറാണിത്. പിന്നെ ഇതിൽ USB-യുടെ കപ്ലർ, പിന്നെ ക്യാമറയുടെ കപ്ലർ, പിന്നെ നമ്മൾ വീഡിയോ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സോക്കറ്റാണ് ഇത്. ഇപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് അടിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. കാര്യം നമ്മളിപ്പോൾ അത് കൊടുക്കുന്നില്ല, അതുകൊണ്ടായിട്ടാണ്. പിന്നെ ഇത് GPS-ൻ്റെ കണക്ഷനാണിത്. ഇത് വൈഫൈയുടെ കണക്ഷനാണിത്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇത് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഇതാണ്, ഇത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. 8-ൻ്റെ നെറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ക്യാമറയുടെ കണക്ഷനാണ്. ക്യാമറയുടെ കണക്ഷൻ ഈ സ്റ്റീരിയോയുടെ ബാക്ക് തൊട്ട് റിവേഴ്സ് ക്യാമറയുടെ അവിടം വരെയുള്ള ഈ ഒരു വയറ്,
അതിൻ്റെ ഒരു എൻഡ് നമ്മൾ സ്റ്റീരിയോൻ്റെ ബാക്കിലുള്ള ഈ ഒരു സോക്കറ്റിലേക്ക് കൊടുക്കണം. ഈ ഒരു സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യണം. ഈ ഒരു സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ ഇതിലൊരു റെഡ് വയറുണ്ട്. അത് നമ്മൾ പവറിൻ്റെ കപ്ലർ കുത്തിയിട്ടില്ലേ, അപ്പോൾ അതിനകത്ത് റിവേഴ്സിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. അതിലേക്ക് നമ്മൾ ഈ റെഡ് വയർ കണക്ട് ചെയ്യണം. അതിൽ ബാക്കെന്നോ റിവേഴ്സെന്നും പറഞ്ഞിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളിത് ഈ റെഡ് വയർ ഒരെണ്ണം കണക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മറ്റേ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ക്യാമറയുടെ അവിടം വരെ കൊണ്ടുപോകണം. അതായത് നമ്മൾ ഈ സൈഡിൽ കൂടി എടുത്ത് കൊണ്ട് പോകണം. നമ്മൾ ബാക്ക് വരെ ഈ ഒരു എൻഡ് എത്തിക്കണം. ഈ സോക്കറ്റുകളാണ് വണ്ടിയിൽ വരുന്ന സോക്കറ്റുകൾ. വണ്ടിയിൽ ഉണ്ടായിരുന്ന സ്റ്റീരിയോയുടെ ബാക്കിൽ കണക്ട് ചെയ്ത സോക്കറ്റുകളാണിത്. അപ്പോൾ ഈ സോക്കറ്റുകളെല്ലാം നമ്മൾ പിടിപ്പിക്കുന്ന സ്റ്റീരിയോൻ്റെ ബാക്കിൽ വരുന്ന കപ്ലറിലേക്കെല്ലാം കണക്ട് ചെയ്യണം. ഈ ഒരു കപ്ലറിലേക്കെല്ലാം ഇത് കണക്ട് ചെയ്യണം. പിന്നെ GPS-ൻ്റെയും ഈ വൈഫൈൻ്റെയൊക്കെ ഈ ഒരു ആൻറ്റിന നമ്മൾ വണ്ടിയുടെ ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തോ ഇട്ടോ നമ്മൾ വയർ ടൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചോ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീരിയോ കയറ്റി വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റീരിയോ ഓൺ ആയിട്ടുണ്ട്, സ്റ്റീരിയോ വർക്കിംഗ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ കണക്ഷൻ വേണം നമുക്കിനി ഈ സ്റ്റീരിയോയിലേക്ക് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റീരിയോയുടെ ബാക്കിൽ കൊടുത്തേക്കുന്ന കണക്ഷൻ നമ്മൾ അത് ബാക്ക് വരെ എത്തിക്കണം. അതായത് റിവേഴ്സ് ക്യാമറയുടെ അവിടെ വരെ എത്തിക്കണം. അത് നമ്മൾ ഈ സൈഡ് വഴി നമ്മൾ ഡോറിൻ്റെ ഈ സൈഡ് വഴി കാണുന്ന ഈ ട്രിമ്മെല്ലാം നമ്മൾ ജസ്റ്റ് വലിച്ച് കഴിഞ്ഞാൽ അത് പോരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഊരിയെടുത്ത ശേഷം ബാക്ക് വരെ എത്തിക്കുക. ബാക്കിൽ ട്രിമ്മും പിന്നെ ഇവിടെ താഴെ കാണുന്ന ട്രിമ്മും എല്ലാം ഉണ്ട്. അതെല്ലാം ഊരണം. ഇതെല്ലാം ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം ഊരി പോരുന്നതാണ്. ജസ്റ്റ് ക്ലിപ്പുകളാണെല്ലാം. അപ്പോൾ ക്യാമറയുടെ ലൈൻ നമ്മൾ ബാക്ക് വരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സിൻ്റെ ഒരു പവർ ലൈൻ നമ്മൾ ടെയിൽ ലാമ്പിൻ്റെ അവിടെ നിന്ന് ആ വയറ് ലൂപ്പ് ചെയ്തിട്ട് നമ്മൾ എടുക്കണം. വേറെ ഒരു വയർ വെച്ചിട്ട് ലൂപ്പ് ചെയ്തിട്ട് നമ്മളത് അതിൽ നിന്നൊരു കണക്ഷൻ എടുക്കണം. ഇത് റിവേഴ്സിൻ്റെ ലൈൻ പവർ ലൂപ്പ് എടുത്ത വയറാണിത്. ഇത് നമ്മൾ ക്യാമറയുടെ വയറ് ബാക്ക് വരെ കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് നമ്മൾ ക്യാമറയിലേക്ക് കൊടുക്കാനുള്ള പവറിൻ്റെ ഒരു സോക്കറ്റാണിത്. ഇതിലിപ്പോൾ 2 വയർ വരുന്നുണ്ട് ഈ ഒരു സോക്കറ്റിൽ. അതായത് ഒരു റെഡ് വയറും ഒരു ബ്ലാക്ക് വയറും വരുന്നുണ്ട്. റെഡിൽ നമ്മൾ റിവേഴ്സിൻ്റെ കണക്ഷനും ബ്ലാക്കിൽ നമ്മൾ ഗ്രൗണ്ടും എർത്തും കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ റിവേഴ്സിൻ്റെ ലൈൻ ലൂപ്പ് ചെയ്തെടുത്തിരിക്കുന്ന വയറാണ് ഈ ബ്ലാക്ക് കളർ കാണുന്ന ഈ ബ്ലാക്ക് കളർ വയർ. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്യാമറയുടെ വയറും പിന്നെ നമ്മൾ ക്യാമറയ്ക്കുള്ള പവറിൻ്റെ ആ റെഡ് വയറും കൂടി ഈ റിവേഴ്സിൻ്റെ ഈ ലൈനിലേക്ക് കൊടുക്കണം. ഈ 2 റെഡ് വയറും കൂടിയിട്ട് ഈ റിവേഴ്സിൻ്റെ ലൈനിലേക്ക് കൊടുക്കണം. ഇപ്പോൾ ഇതിൽ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ഗ്രൗണ്ട് കൂടി കൊടുക്കണം. അതായത് ക്യാമറയിലേക്ക് കൊടുത്തേക്കുന്ന പവറിൻ്റെ കൂടെ ഒരു ഗ്രൗണ്ട് കൊടുക്കാനുള്ള വയർ കൂടി ഉണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് വയർ കൂടി ഉണ്ടല്ലോ, അപ്പോൾ അത് ഗ്രൗണ്ട് കൊടുക്കണം. ഇപ്പോൾ ക്യാമറയുടെ പവർ സപ്ലൈയും വയറിങ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ആ കപ്ലർ നമുക്ക് ക്യാമറയിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ക്യാമറ വർക്ക് ചെയ്യണ്ടാകുമെന്ന് നോക്കാം. ഇപ്പോൾ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്, പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച ഡ്രിൽ ബിറ്റ് ഇട്ടിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അവിടെ ഈ ക്യാമറ ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറ്റൊന്നും കൊണ്ടല്ല, ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഡ്രിൽ ചെയ്യാൻ നേരത്ത് എനിക്ക് മൊബൈൽ ഫോണിൽ ഈ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ ക്യാമറയൊക്കെ വർക്കിംഗ് ആണ്. നമുക്കൊന്നുകൂടി നോക്കാം. ഇപ്പോൾ ക്യാമറ വർക്കിംഗ് ആണ്, നല്ല ക്ലാരിറ്റിയൊക്കെ ഉണ്ട്.
സോ ഇത്രയേ ഉള്ളൂ. സ്റ്റീരിയോ പിടിപ്പിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ജസ്റ്റ് കപ്ലറുകൾ മാത്രം കണക്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒരു കുഴപ്പമില്ല. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.